അത് തങ്ങളുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദിച്ച് അറുമാദിച്ച് നൃത്തം ചവിട്ടിയ പലരും ഇസ്രായേലിന്റെ തെരുവുകളിലൂടെ അഭയം തേടി ഓടിക്കൊണ്ടിരിക്കുന്നു എന്നത് വിധിയുടെ ഒരു വിരോധാഭാസമാണ്. ഇസ്രായേലും അമേരിക്കയും കൂടി ഇറാനെ അടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം, ഇറാന്റെ പ്രത്യാക്രമണം തുടങ്ങിയിട്ട് ഈ ഒരു മാസം കഴിയുമ്പോൾ ഇന്നത്തെ പുതിയ വാർത്ത ട്രംപ് ഭ്രാന്ത് പിടിച്ചോടുന്നു എന്നാണ്. ട്രംപിന്റെ പട്ടാളം ആകെ ഭ്രാന്ത് പിടിച്ചോടുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേലിലായിരുന്നു വിഷയം. ഇസ്രായേല് അതിശക്തമായി തന്നെയാണ് പൊരുതുന്നത്, ഉള്ള പട്ടാളക്കാരെയൊക്കെ വെച്ച് പൊരുതുന്നുണ്ട്. ഇപ്പൊ യുദ്ധത്തിന് പട്ടാളക്കാരുടെ ക്ഷാമം, റിസർവ് പട്ടാളക്കാർ വരുന്നില്ല. നിലവിലുള്ള പട്ടാളക്കാർ കൊല്ലപ്പെട്ടോ ഇല്ലയോ ഒന്നൊന്നും അറിയാൻ വയ്യ. പക്ഷേ പട്ടാളക്കാരുടെ ക്ഷാമമുണ്ട് എന്ന എല്ലാ പത്രങ്ങളും എല്ലാ ചാനലുകളും വാർത്ത ചെയ്യുന്നുണ്ട്. അത് യൂറോപ്യൻ മാധ്യമങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഇസ്രായേലിലെ യാതൊരു അക്ഷരം മിണ്ടുന്നില്ല. പക്ഷെ അതിശക്തമായി ഇസ്രായേലും ഇറാനും പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വന്നിട്ടുള്ള പുതിയ വാർത്ത, കഴിഞ്ഞ ദിവസം പ്രിൻസ് സുൽത്താൻ വിമാനത്താവളം, അത് അമേരിക്കന്റെ സൈനിക ബേസാണ്, അത് തകർത്തു. ഇറാൻ മിസൈല് അയച്ച് തകർത്തു എന്നും അവിടെ പാർക്ക് ചെയ്തിരുന്ന കുറച്ച് വിമാനങ്ങളൊക്കെ കേടുവന്നു, കുറച്ച് ആൾക്കാർക്ക് പരിക്ക് പറ്റി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇനി സൗദി അറേബ്യയുടെ ആ വ്യോമത്താവളത്തിൽ നിന്നൊരു ഫ്ലൈറ്റ് ഇനി പൊന്തൂല, അതിനി കുറെ പണിയെടുക്കണം. ട്രംപിന് ആകെ ഭ്രാന്ത് പിടിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീണ്ടും തുടരുകയാണ്. ഇപ്പൊ നേരത്തെ ഒരു സംസാരം കേട്ടു, ഇറാന്റെ പരമോന്നത നേതാവായിട്ട് ഡൊണാൾഡ് ട്രംപിനെ നിയോഗിക്കണമെന്ന്, അതായത് ഇറാന്റെ ഇനിയുള്ള ഭരണം മൂപ്പരെ അവരോധിക്കണമെന്ന് ഇറാനോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് വരുന്ന മറ്റൊരു വാർത്ത, ഹോർമൂസ് കടലിടുക്കിന് അയാളുടെ പേര്, ട്രംപിന്റെ പേരിടണമെന്ന് ഇറാനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന്. അതായത് ഈ ട്രംപ് എന്തു പറഞ്ഞാലും അതിനെതിരാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇറാൻ നിൽക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ പറയാനുള്ള നാണവും മാനവും ഉളുപ്പും ഇയാൾക്ക് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതുകൊണ്ട് ഇയാള് പറയുന്നത് അല്ലെങ്കിൽ ഈ വാർത്ത കളവാണെന്ന് വിശ്വസിക്കാനും വയ്യ. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കൻ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അഭിമുഖീകരിക്കുന്ന അതേ ഒരു വിഷയം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പട്ടാളക്കാരുടെ മനോവീര്യം തകരുന്നു. അമേരിക്ക മിസൈൽ പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന ടോമഹാക്ക് മിസൈലുകൾ, അത് ഏതാണ്ട് 850ഓളം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പ്രയോഗിച്ചു എന്നാണ്. ഇത് ഉണ്ടാക്കുന്നത് ഭയങ്കര രസമാണ്. ഏതാണ്ട് 37 കോടി രൂപ ഒരു മിസൈലിന് ചെലവുണ്ട്. 2 വർഷം സമയം എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അമേരിക്ക കഴിഞ്ഞ വർഷം ആകെ ഉണ്ടാക്കിയിട്ടുള്ളത് 50 ഇപ്പോ 850 മേലെ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് അടിച്ച് തീർത്ത് കഴിഞ്ഞു. ഈ 37 കോടി രൂപയ്ക്കുള്ള ഈ ടോമഹാക്ക് മിസൈലുകള് ഇറാന്റെ വെറും 20 ലക്ഷം 30 ലക്ഷം മാത്രം വിലയുള്ള ഡ്രോണുകളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് എന്ന് ചിന്തിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭീകരത അവർക്ക് മനസ്സിലാകുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് പോലും അവർക്കറിയില്ല. ഇറാന്റെ പുഷ്കർ ആണവ നിലയത്തിന് നേരെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ബോംബാക്രമണം നടത്തി. അപ്പോൾ ഇതൊക്കെ നടത്തുമ്പോൾ ഇപ്പോ അമേരിക്കയും ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്ന നിങ്ങളുടെ വ്യവസായ സംരംഭങ്ങളെയും അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികളൊക്കെ ഞങ്ങൾ തകർക്കാൻ പോകുകയാണെന്ന് ഭീഷണിയാണ്. പക്ഷെ ഇറാന്റെ ഭീഷണി അങ്ങനെ നിസ്സാരമായി കാണാനൊന്നും പറ്റില്ല. ഇറാൻ പറയുന്ന പോലെ ചെയ്യുന്നതാണ്. ട്രംപിനെ പോലെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള വിടുവായ പറയുന്ന സ്വഭാവമല്ല ഇറാനെ സംബന്ധിച്ച് പറയുന്നത്. അവർക്ക് ഉള്ള നാശനഷ്ടങ്ങൾ അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അവർ ചെയ്യാൻ പോകുന്നത് പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, യുദ്ധത്തിന്റെ തുടക്കത്തിൽ അവർ പറഞ്ഞ വാക്ക് നമ്മൾ ഓരോ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നത്, അതായത് നിങ്ങൾ തുടങ്ങരുത്, ഞങ്ങൾ നിങ്ങളൊരു ശല്യമേ അല്ല, ഒരു ബുദ്ധിമുട്ടേ അല്ല, നിങ്ങൾ തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾ തീരുമാനിക്കും എപ്പോൾ നിർത്തണമെന്നുള്ളത്. അത് തന്നെയാണ് ഇന്നത്തെ ഒരവസ്ഥ. ഇറാനെ തകർക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന രാജ്യങ്ങൾക്കും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം UAEയും സൗദിയും രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഹോർമൂസുമായി ബന്ധപ്പെട്ടിട്ട് അമേരിക്കയോട് കക്ഷി ചേരാൻ പോകുന്നുവെന്ന് പരസ്യപ്പെടുത്തിയതിന് അങ്ങനെ പരസ്യമായി പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ 2 രാജ്യങ്ങളിലേക്ക് മിസൈലുകൾ ചെന്നു. അതായത് ഇറാന് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്ന ഇറാന്റെ പരമാധികാരത്തെ ഇനി ആരൊക്കെ ബുദ്ധിമുട്ടാക്കുന്നുവോ അവരെയൊക്കെ തകർക്കാൻ ഇറാൻ തുനിഞ്ഞിറങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. അവർക്കിനി ഒന്നും ചെയ്യാനില്ല. കാരണം അവരുടെ മണ്ണിലേക്ക് കയറി അടിച്ച് അവരുടെ പരമാധികാരിയെ കൊന്നതാണ്. ഇനിയിപ്പോ അതിൽ കൂടുതൽ എന്താ വരാൻ? ഒരു രാജ്യത്ത് കടന്നു കയറിയിട്ട് ആ രാജ്യത്തെ പരമാധികാരിയെ, ആ രാജ്യത്തിന്റെ അധികാരിയെ നശിപ്പിച്ചു കൊന്നു എന്നുണ്ടെങ്കിൽ പിന്നെ നോക്കാനൊന്നുമില്ലല്ലോ. ഏതായാലും അമേരിക്കന്റെ കയ്യിലുള്ള പ്രതിരോധ ആയുധങ്ങൾ, അതായത് ടോമഹാക്ക് മിസൈലുകളൊക്കെ കുറഞ്ഞു വരുന്നത് അമേരിക്കയും ഭീതിയിലാഴ്ത്തുന്നുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ പറയുന്നുണ്ട്, ഞങ്ങൾ ഇതുവരെ ആയുധങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. അത് ശരിയാകാൻ സാധ്യതയുണ്ട്. കാരണം ഇറാൻ ഇറാഖ് യുദ്ധം നടന്നതിന് ശേഷം ഏതാനും വർഷങ്ങൾക്കുള്ളിലാണ് അമേരിക്ക ഇറാഖിനെ ആക്രമിക്കുന്നത്. അതായത് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഇറാഖിനെ സഹായിച്ച്, ഇറാഖിന് ആയുധങ്ങളും കൊടുത്ത് സദാം ഹുസൈനെ സഹായിച്ച് ഇറാനെ അടുപ്പിച്ചതാ. ആ സമയത്ത് ഇറാഖിനെ സപ്പോർട്ട് ചെയ്ത് നിന്ന് അതേ അമേരിക്ക തന്നെ പിന്നീട് ഇറാഖിനെ ആക്രമിക്കാനും അവിടുത്തെ ഭരണാധികാരിയെ വകവരുത്താൻ വേണ്ടി
ഇറങ്ങിത്തിരിച്ചത് കണ്ടുകൊണ്ട് നിന്ന ഇറാൻ അന്നു മുതൽ തന്നെ പ്രതിരോധത്തിന് വേണ്ടി അമേരിക്ക തങ്ങളെ ആക്രമിക്കാൻ വരും എന്ന പ്രതീക്ഷയോടെ, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ഒരുപക്ഷെ നാളെ തങ്ങളെ ആക്രമിക്കാൻ വന്നേക്കാം എന്നുള്ള ഒരു ധാരണയിൽ അന്നു മുതൽ ആയുധങ്ങൾ ഉണ്ടാക്കി കൂട്ടി തുടങ്ങി, മിസൈലുകൾ ഉണ്ടാക്കി കൂട്ടി തുടങ്ങിയെന്ന. അപ്പൊ എത്ര കൊല്ലമായി? അന്നത്തെ ടെക്നോളജിയിലെ ആയുധങ്ങളാണ് ഉണ്ടാക്കി കൂട്ടിയത്. ഇന്നിപ്പോ ആധുനിക ടെക്നോളജിയാണ്. സ്വാഭാവികമായിട്ടും ഇതിനിടയിൽ ഇറാൻ മറ്റൊരു യുദ്ധം നടത്തിയിട്ടില്ല. മറ്റൊരു യുദ്ധം നടത്താത്ത നിലയ്ക്ക് ആ ആയുധങ്ങളെല്ലാം വലിയൊരു ശേഖരമായി, ഒരു കൂമ്പാരമായി ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അമേരിക്ക ഭയപ്പെടുന്നത് തങ്ങളുടെ ഏറ്റവും പ്രധാന ആയുധമായിട്ടുള്ള ടോമഹക്ക് മിസൈലുകൾ, പ്രതിരോധ മിസൈലുകൾ തീർന്നു. അതാണ് ഇപ്പോ ഇറാന്റെ 20 ലക്ഷം 30 ലക്ഷത്തിന്റെ ഡ്രോണുകൾ, ചെറിയ ചെറിയ മിസൈലുകൾ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അമേരിക്ക ഭയപ്പെടുന്നത് ഇറാൻ തങ്ങളുടെ ആയുധങ്ങൾ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറെ ആയുധങ്ങൾ ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു, അതിന്റെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളത്, ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല. ഇറാൻ എന്തുകൊണ്ടാണ് അത് പ്രയോഗിക്കാത്തത് എന്നിടത്താണ് അമേരിക്ക ഭയപ്പെടുന്നത്. അതായത് തങ്ങളുടെയൊക്കെ പ്രതിരോധ സംവിധാനങ്ങൾ കുറഞ്ഞു തുടങ്ങി. അതുപോലെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗണ്യമായ തോതിൽ അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർന്നു കഴിഞ്ഞു. പട്ടാളക്കാരുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ ആയുധങ്ങളെല്ലാം കുറഞ്ഞു തുടങ്ങി. ആ നിലയ്ക്ക് ഇനിയാണ് ഇവരുടെ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങുന്നെങ്കിൽ അതിനെ നേരിടാൻ കഴിയാത്ത വിനാശകാരിയായിട്ടുള്ള ആയുധങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഇനി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ തടയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും. അത് തന്നെയാണ് ട്രംപിനെ ഭയപ്പെടുത്തുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റോക്ക് തീർന്നിട്ടില്ല. ഇസ്രായേലിന്റെയും അമേരിക്കയുടെ സ്റ്റോക്കാണ് തീരുന്നത്. ഒരു മിസൈൽ ഉണ്ടാക്കാൻ 2 വർഷം എന്നാ പറയുന്നത്. അപ്പോ 10-850 എണ്ണം ഒരു മാസത്തിനുള്ളിൽ തീർന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ 2 കൊല്ലം യുദ്ധം നീണ്ടുവെക്കണ്ടേ? ഒരെണ്ണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റിൽ ഉണ്ടാക്കി എത്രത്തോളം ഉണ്ടാക്കും? അതേസമയം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കി കൂട്ടിയിട്ടിട്ടുണ്ട്, അതിന്റെ അടുത്ത് പൊട്ടിച്ചാൽ മതി. അതും പഴയ സ്റ്റോക്കുകൾ, അതാണ് ഇപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഈ അടുത്ത് ഡാൻസ് ചെയ്തുകൊണ്ട് പോകുന്ന, അതായത് ഡാൻസ് നമ്മൾ ഒരു ആലങ്കാരികമായിട്ട് പറയുന്നതാണ്, നിയതമായ ഒരു റൂട്ട് ശത്രുക്കൾക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല. അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആ പോകുന്നത് കണ്ട് അതിനെ തകർക്കാനായിട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അതിന് തൊട്ടു മുമ്പ് അത് നേരെ താഴേക്ക് വീണങ്ങ് നാശം വരുത്തും, അതല്ലെങ്കിൽ വഴിമാറി പോകും. ഇതൊക്കെയാണ് അതിന്റെ അവസ്ഥ. അതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേലിൽ വലിയ നാശം വിധിച്ചിട്ടുള്ള ക്ലസ്റ്റർ ബോംബുകൾ വിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ഉപയോഗിച്ചത്. എന്നാൽ അതിനേക്കാൾ അപകടകാരിയായിട്ടുള്ള മിസൈലുകൾ ഇനിയുമുണ്ട്. അതായത് തൊട്ടിട്ടില്ല. എത്ര കാലം നിന്ന് യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് എന്ന് ഇറാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഭയമുണ്ടാകും. പക്ഷെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ തിരിച്ചടികൾ ഇറാന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് 1-ന് 10 എന്ന നിലയിൽ ഇറാനും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാന് ചുട്ടരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് അക്ഷരാർത്ഥത്തിൽ ശരി. ഗസയിൽ എങ്ങനെയാണ് ഗസയിലെ സാധാരണക്കാർ ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് മറു സ്ഥലത്തേക്ക് ഇസ്രായേൽ ഓടിച്ചത്, നിലവിളിച്ചുകൊണ്ട് കിട്ടിയതും എടുത്തുകൊണ്ട് ഓടിയത്, അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ച് ഓടേണ്ടി വന്നത്, പരിക്ക് പറ്റിയവർ കൊണ്ടുപോകാൻ കഴിയാത്തവരെ ഉപേക്ഷിച്ച് പോകേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ക്രൂരമാണ് ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. 1 മണിക്കൂർ ഒക്കെ സമയം കൊടുക്കുന്നത്. ഇസ്രായേൽ വേഗം ഇങ്ങോട്ട് വന്നിട്ട് പറയും 1 മണിക്കൂറിനുള്ളിൽ ഈ ബിൽഡിംഗ് ഒടിയണം, 1 മണിക്കൂറിന് ശേഷം ഇവിടെ ബ്ലാസ്റ്റ് നടത്തുമെന്ന് പറയുമ്പോൾ അതിൽ കിടപ്പ് രോഗികൾ ഉണ്ടാവും. അവരെയൊന്നും എങ്ങോട്ടും മാറ്റാൻ കഴിയുന്നില്ല. ഉള്ളത് ആ ഉടുത്ത വസ്ത്രത്തോടുകൂടി വേഗം ഇറങ്ങേണ്ട സാഹചര്യം വരുമ്പോൾ ഒരുപക്ഷെ അതിനുള്ളിൽ തന്നെ 1 മണിക്കൂർ തികഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം മരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ ഒരു ഭീകരാവസ്ഥയാണ്. ഗസയിലെ കുട്ടികളും അവിടുത്തെ സ്ത്രീകളും മറ്റുള്ളവരും എല്ലാം നിലവിളിച്ചുകൊണ്ട് പോയപ്പോ അത് തങ്ങളുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദിച്ച് അറുമാദിച്ച് നൃത്തം ചവിട്ടിയ വീഡിയോകൾ ചെയ്ത, പോസ്റ്റുകൾ ചെയ്തിട്ടുള്ള, സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചിട്ടുള്ള പലരും ഇസ്രായേലിന്റെ തെരുവുകളിലൂടെ അഭയം തേടി ഓടിക്കൊണ്ടിരിക്കുന്നു എന്നത് വിധിയുടെ ഒരു വിരോധാഭാസമാണ്. ഇവിടെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം പ്രത്യക്ഷമായി നമ്മൾ നോക്കുമ്പോൾ സർവ്വ രാജ്യങ്ങൾക്കും ഒരു വിനാശ രാജ്യമായിട്ടാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ നീതിബോധമുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയും, സത്യസന്ധമായി ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇറാൻ ആരെയും അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചിട്ടില്ല. ഇറാനെ ആക്രമിച്ച് ഇറാന്റെ പരമാധികാരത്തിൽ കയറി കൈകടത്തിയപ്പോ അങ്ങനെ കൈകടത്തിയവരെയും അതിന് കൂട്ടുനിന്നവരെയും ഇപ്പോ അത് കൂട്ടുനിൽക്കും എന്ന് പറയുന്നവരെയുമാണ് ഇറാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഒരൊറ്റ ആവശ്യമുള്ളൂ, തങ്ങളുടെ പരമാധികാരത്തിൽ ഇനി ആരും കൈകടത്തരുത്, ഇനി ആരും തങ്ങളെ ആക്രമിക്കാൻ വരരുത്. അതുകൊണ്ട് ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക, അല്ലെങ്കിൽ ശത്രുക്കൾ അടിയാർ പറയുക, അത് അവരുടെ ആവശ്യമാണ്. നമ്മുടെ രാജ്യമായാലും അത് തന്നെയായിരിക്കും നിലപാട്. നമ്മുടെ രാജ്യത്തിലേക്ക്, നമ്മുടെ പരമാധികാരത്തിലേക്ക് ആരും കടന്നു കയറരുത്.
ആരും നമ്മളെ കയറാൻ വരരുത്, നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ പൗരബോധമാണ്, നമ്മുടെ അധികാരികളാണ്, നമ്മുടെ ഭരണകർത്താക്കളാണ്. ആ ഒരു ബോധത്തോടു കൂടി ഏതൊരു രാജ്യവും കഴിയാൻ അവരവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെ ഇറാനും ആഗ്രഹിക്കുന്നുള്ളൂ. അത് അനുവദിച്ചു കൊടുത്ത് ഇറാന്റെ പാട്ടിന് വിട്ടാൽ തീരുന്നതേ ഉള്ളൂ, ആ സ്പോട്ടിൽ തീരുന്നതേ ഉള്ളൂ യുദ്ധം. അല്ലാതെ ഇത് നീണ്ടുപോകുന്നില്ല. ഇവിടെ യുദ്ധം നീണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പിടിവാശിയാണ്. പക്ഷേ ആ പിടിവാശി അവർക്ക് രണ്ടുപേർക്കും വലിയ തോതിലുള്ള നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ മാത്രമല്ല, അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ, അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ പ്രതിരോധ സ്റ്റോക്ക് മിസൈലുകളെല്ലാം തീർന്നിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പട്ടാളവും ഏകദേശം ഒടുങ്ങിയിരിക്കുന്നു, പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നിരിക്കുന്നു. ഇപ്പം ഹൂത്തികൾ കൂടി ചേർന്ന് ഇസ്രായേലിനെ അടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ വലിയ വലിയ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വലിയ യുദ്ധാവസ്ഥയാണ് പശ്ചിമേഷ്യയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.